634 ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്നേഹതീരം മുദ്രക്കുഴിയിൽ വെച്ച് നടത്തുന്നതാണ്. അണ്ണൻ സ്പോൺസർ ചെയ്യുന്നത് കൊടക്കര മറ്റൂര് ആലപ്പാട്ട് ഹൗസിൽ ഷിജോ ജോർജ്. അദ്ദേഹത്തിനും കുടുംബത്തിനും സ്നേഹതീരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സേവാസമിതിയുടെയും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സേവാസമിതിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ നല്ലവനായ ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന കൊടക്കര സാറിനെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നല്ല ദൈവമേ, പല പ്രാവശ്യമായിട്ട് സ്നേഹിക്കുന്ന മക്കളെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് ഈ കുടുംബം. സിജോ സാറിന്റെ ഗൾഫിലെ ബിസിനസ്സിനെയും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇന്നും വരെ ദൈവം തമ്പുരാൻ പറയുക എല്ലാ അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും നന്മകൾക്കും ഞങ്ങൾ ആയിരം നന്ദി പറയുന്നു. സാറിന്റെ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നല്ല ബുദ്ധിശക്തിയൊക്കെ കൊടുത്ത് മിടുക്കരായി പഠിച്ച് നല്ല ജീവിതാന്തത്തിൽ ഭാവിയിൽ എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യേശുനാഥ. ഈ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലേക്കും ഈ കുടുംബത്തിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലേക്കും ദൈവം തമ്പുരാൻ കടന്നു വന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സേവാസമിതിയുടെ അന്നപുണ്യ പദ്ധതിയുടെ 634 ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാൽ സേവാസമിതിയെ ദൈവത്തിനോട് കഴിച്ചിരുന്നതാണ്. ഇനിയും ധാരാളം അനേകം മക്കൾക്ക് സഹായം ചെയ്യുവാനുള്ള വഴികൾ ഇവർക്ക് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സേവാസമിതിയുടെ രക്ഷാധികാരിയായ ജനിസാറിന്റെയും ജനസാറിന്റെയും ബിജുസാറിന്റെയും ഒക്കെ കുടുംബത്തിലെ എല്ലാവരുടെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനേകം മക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സേവാസമിതിക്ക് ധാരാളം നൽകി ഇനിയും ധാരാളം തന്നെ ചെയ്യുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിജോ സാറിനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അസുഖത്തിലെ കൊച്ചു കുടുംബത്തിലെ പോലെ സ്നേഹത്തിൽ സന്തോഷത്തിൽ ശാന്തിയിൽ സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങളിലേക്ക് എല്ലാം ദൈവത്തിന് കരുണയൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷം അനുഗ്രഹദായകമായി തീരട്ടെ, എല്ലാ നന്മകളും കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതുമായ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹം വർഷിക്കണമേ. ദൈവോടെ പ്രാർത്ഥന കേൾക്കണമേ.